वेणुगोपाल जी, बालाकृष्ण जी, शमशाद मराकर जी, मसी साबू जी, MS प्रभाकरन जी, KK विश्वनाथ मास्टर जी, MN दिवाकरन जी, बिंदु बाबू जी, गिरिजा कृष्णन जी, Sister Rincy, brothers and sisters, friends, I'd like to welcome all of you here today. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള സ്വാഗതം. This is a function where a lot of my sisters and friends from the self-help group movement and Manrega workers have come. ഈ ചടങ്ങിന്റെ ഒരു ചാരുത എന്ന് പറയുന്നത് എൻ്റെ സഹോദരന്മാരായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലും അതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു ചടങ്ങാണ് എന്നുള്ളതാണ്. Both these ideas are ways of empowering our people. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നമ്മുടെ ആളുകളെ സ്വയം പര്യാപ്തമാക്കുന്ന ശക്തമായിട്ടുള്ള ആശയമാണ് എന്നുള്ള സംശയം. Meaning they are not gifts, but they are tools for empowerment, for making our people stronger. ഇതൊരു സമ്മാനം, അവരെല്ലാം ഒരു സമ്മാനമല്ല, മറിച്ച് അവർ ഉപകരണങ്ങളാവുകയാണ്. ഇവിടെ സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായി ഈ പ്രസ്ഥാനങ്ങൾ മാറുകയാണ്. And I remember when we came out with the idea of Manrega in UPA. ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആശയവുമായി UPA കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. A lot of the bureaucrats and a lot of the media people said that this is charity work that we are doing for poor people. ആ സന്ദർഭത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും അതുപോലെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറഞ്ഞു, ഇത് നമ്മളൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട്, ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലാണ്. And I read articles where it said that we are spoiling our people by giving them guaranteed work. ഒരുപാട് ലേഖനങ്ങൾ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട്. നമ്മൾ സത്യത്തില് ആളുകളെ അവരെ മോശമാക്കുകയാണ് ചെയ്യുന്നത്, ഇത്തരം പ്രവർത്തികളിലൂടെ അവരെ മോശമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് അന്ന് ഒരുപാട് ലേഖനങ്ങൾ ചിലർ എഴുതുകയുണ്ടായി. And in these conversations with people, a lot of these people would come to me and they would say that, you know, Manrega is going to ruin our people. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് പറയുണ്ടായി, ഈ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ആളുകളെ നശിപ്പിക്കുമെന്ന്. And I would ask them a simple question. ഞാൻ അവരോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. I would say that you are saying that giving a few 100 rupees to a worker for his work is spoiling them. നമ്മുടെ ഒരാൾക്ക് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ അവർക്ക് ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് അവരെ നശിപ്പിക്കലായി മാറുക? But why don't you also say that for giving lakhs of crores of rupees to the biggest businessman in the country is also spoiling them? മറ്റൊരു വശത്തെ ഒരുപാട് കുറച്ച് ബിസിനസ് മുതലാളിമാർക്ക്, കുറച്ച് വൻകിട കച്ചവടക്കാർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ അവരുടെ വായ്പകളൊക്കെ അടക്കം എഴുതിത്തള്ളുന്ന രീതിയിൽ വരുമ്പോൾ അത് നശിപ്പിക്കലാവില്ലേ? Or why don't you say, when a huge public sector company is privatized, why don't you say that that is also spoiling them? ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് അതും നശിപ്പിക്കുന്നില്ല, നമ്മളെ നശിപ്പിക്കുന്നുള്ളത്? Why is it that only when we try to help empower the poorest people, you tell us that we are spoiling them? നമ്മുടെ പാവപ്പെട്ടവരെ സ്വയം ശക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ നടത്തുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവരെ നശിപ്പിക്കുകയാണെന്ന് പറയുന്നത് എന്നാണ് എന്റെ പ്രകടമായിട്ടുള്ള ചോദ്യം. And what we found when we did Manrega in the country was that by giving money to the poorest people, we strengthened our economy. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് UPA കാലത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയതോടെ സാധാരണക്കാരുടെ കൈകളിലേക്ക് പൈസ നേരിട്ട് എത്തിക്കുമ്പോൾ അത് നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. In fact, a huge reason for the tremendous growth during the UPA period was Manrega.
ആ കാലഘട്ടത്തിലെ സാമ്പത്തിക വളർച്ച, വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടായ കാലഘട്ടമായിരുന്നു ഇത്. ആ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്നുള്ളതാണ് സത്യം. Because it put money into the rural economy. അതായത് ഗ്രാമീണ സമ്പദ്ഘടനയിലേക്ക് ഒരുപാട് പണം അതിലൂടെ വന്നു ചേരുകയുണ്ടായി. And we designed Manrega in such a way that the money would go through the panchayat, through the local bodies. മൻരേഗ രൂപപ്പെടുത്തിയെടുത്തത്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി രൂപപ്പെടുത്തിയെടുത്തത് ആ രീതിയിലാണ്, പാവപ്പെട്ടവരിലേക്ക് പണം എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. When Narendra Modi became Prime Minister, in the Parliament House, in front of all of us, he ridiculed Manrega. നമ്മുടെ പ്രധാനമന്ത്രി ആദ്യം പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം പാർലമെന്റിന് മുമ്പിൽ വെച്ച് എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് മൻരേഗ മോശമാണെന്ന് പറയുകയുണ്ടായി. He said Manrega was an insult to the Indian people. മൻരേഗ എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അപമാനമാണെന്ന രീതിയിലാണ് പറയുകയുണ്ടായി. That we made Indian people dig holes in the fields. That we made them dig holes in the fields. അതായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അവരുടെ അഗാധ തലങ്ങളിലേക്ക്, അഗാധ ഗർത്തങ്ങളിലേക്ക് താഴ്ത്തി വിടുകയാണ് ചെയ്തതെന്ന രീതിയിലാണ് പറഞ്ഞത്. And the same man was forced during COVID to increase the amount of money that is given for Manrega. അദ്ദേഹം തന്നെ മൻരേഗ മോശമാണെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ കോവിഡ് കാലഘട്ടത്തിൽ മൻരേഗയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. And he was forced to accept during COVID that only Manrega played the role of a savior to our people. കോവിഡ് കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് കോവിഡ് കാലത്തിൽ ഫലപ്രദമായി ആളുകളുടെ ജീവിതം രക്ഷിക്കാൻ തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതി എന്ന് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. And the demand for Manrega skyrocketed during COVID. ആവശ്യം, തൊഴിലുറപ്പിന്റെ ആവശ്യം വളരെ ശരവേഗത്തിൽ വർദ്ധിക്കുകയുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. And so for us, the most important thing is empowering our people. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആളുകളെ സ്വയം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്, അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. And similar to Manrega, the SHG program does the same for our women. അതേപോലെ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെയാണ് നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം സഹായ, കുടുംബശ്രീ പോലെയുള്ള സ്വയം സഹായ സംഘങ്ങൾ. Our women understand finance, they understand entrepreneurship, and they can build themselves using Kudumbashri. അവർക്ക് പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം, അവർക്ക് സംരംഭകത്വം എങ്ങനെ ഉണ്ടാക്കണമെന്നറിയാം. അതുകൊണ്ട് അതിലൂടെ ഒരുപാട് സഹായങ്ങൾ നൽകാൻ കുടുംബശ്രീ കഴിയുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. And there is a huge difference between how the BJP thinks about development and how the Congress thinks about development. ഇതാണ് വ്യത്യാസം. BJP എന്ന പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള രാജ്യത്തെ വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഇതാണ് കാണിക്കുന്നത്. In my last parliament speech, I elaborated it quite effectively when I said, "Hum do, hamare do." ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് രണ്ട് എന്നുള്ള മുദ്രാവാക്യം അവിടെ പാർലമെന്റിൽ പറയുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. Their idea is to empower the most powerful. ഏറ്റവും ശക്തരായ ആളുകളെ കൂടുതൽ ശക്തീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ആശയം. Our idea is to empower the weaker people. നമ്മുടെ ആശയം എന്ന് പറയുന്നത് പാവപ്പെട്ട ദുർബലരായ ആളുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. And that is what these two programs did very effectively. ഈ രണ്ട് കാര്യങ്ങളും, സ്ത്രീകൾക്കായുള്ള സ്വയം സഹായ സംരംഭങ്ങളും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ആ രീതിയിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളായിട്ടുള്ള ആളുകളെ ശക്തിപ്പെടുത്തുന്ന പദ്ധതികളാണ്. And we have an ideological fight with both the ideas of the left and the ideas of the RSS. ഈ ആശയപരമായിട്ടുള്ള സംഘടനകൾ നമ്മൾ പലപ്പോഴായിട്ട് ഇടതു പാർട്ടികളുമായിട്ടും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുമായിട്ടും RSS പോലുള്ള പാർട്ടികളുമായിട്ടും ഉണ്ട്. We believe that we can carry everybody and develop the nation. നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ട് രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കുക, എല്ലാ ജനങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകുന്ന രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കുക എന്നാണ് നമ്മൾ. And we also believe that we can do it non-violently. അത് അക്രമരഹിതമായിട്ട് സമാധാനപരമായിട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഒന്നു ചേർന്നുകൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. With kindness and affection. വളരെ സ്നേഹത്തോടുകൂടി ദയാവായ്പോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. With a conversation, with listening.
അവരുമായിട്ട് ചർച്ച ചെയ്ത് അവർ പറയുന്നത് കേട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. We do not believe in hurting and killing our own people. ആരെങ്കിലും കൊല്ലുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിനോ നമ്മൾ വിശ്വസിക്കുന്നില്ല. That is the difference between our philosophy and that of the RSS and the left. അതാണ് ആശയങ്ങൾ തമ്മിലുള്ള ഞങ്ങളുടെ ആശയങ്ങളും മറ്റ് ഇടത് RSS ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. And that is what we are fighting for. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത്. And both these ideas, the self-help group idea and Manrega, came through the Congress system. ഈ രണ്ട് എനിക്ക് അഭിമാനമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, ഈ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശാക്തീകരണവും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും രണ്ടും കോൺഗ്രസ് രാജ്യത്ത് ഭരിക്കുമ്പോഴാണ് കൊണ്ടുവന്നത് എന്നുള്ളതിൽ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട്. And nobody can doubt that. ആർക്കും അതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കാൻ കഴിയില്ല. We developed the idea, we worked with the people of India to develop the idea, and then we supported the idea across the country. ഞങ്ങൾ ഈ ഒരു ആശയം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തു. ആ ആശയം രൂപപ്പെടുത്തിയിരുന്ന ജനങ്ങളുമായി ചർച്ച ചെയ്ത് അവരുമായി ഒന്നിച്ച് പ്രവർത്തിച്ചു. അത് ഞങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. And we are proud what these two ideas have achieved for this country. ഈ രണ്ട് ആശയങ്ങളിലൂടെ എന്ത് നേടിയെടുത്തതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. So I'd like to thank all of you for coming here and listening to what I had to say. നിങ്ങളെല്ലാം ഇവിടെ വന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രത്യേകമായ നന്ദിയുണ്ട്. എന്നെ കേൾക്കാൻ തയ്യാറായാലും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. Thank you.